ആമേൻ, പ്രൈസ് ടു ജീസസ്. ശക്തിയോടെ വായി തുറന്ന് ദൈവത്തിന് ഒരു 3 ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ, 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 പ്രൈസ് ടു ജീസസ്. ദൈവം നമ്മളെ ശക്തീകരിക്കും. കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. പിന്നെന്തോ പേടിക്കാനിരിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തോ പേടിക്കാനിരിക്കുന്നത്? അല്ലേ? എനിക്ക് പേടിപ്പാനില്ലെന്നൊന്ന് പറഞ്ഞേ. ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ പറയിച്ചാൽ അതിൻ്റെയൊക്കെ പിന്നെ കാര്യമുണ്ടെന്ന് മാത്രം കരുതിയാൽ മതി. വായി തുറന്ന് പറഞ്ഞേ, എനിക്ക് പേടിപ്പാനില്ല, എനിക്ക് പേടിപ്പാനില്ല. ഇപ്പോൾ ഒരു വചനമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. എൻ്റെ വശത്ത് 1000 പേർ, വലത്ത് വശത്ത് 10,000 പേര് വീഴും. ഹല്ലേലൂയ, എനിക്ക് പേടിപ്പാനില്ലെന്ന് പറഞ്ഞു. കാര്യം എന്നാ? ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ നിൽക്കുന്നിടത്ത്, പറഞ്ഞേ, ഞാൻ നിൽക്കുന്നിടത്ത്, ഞാൻ ആയിരിക്കുന്ന ഇടത്ത്, ഈ റൂമിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആകയാൽ ഇവിടെ ഇരുട്ടിൻ്റെ ശക്തികൾക്കോ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് എനർജിക്കോ ഇവിടെ നിൽപ്പാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദുഷ്ടൻ നമ്മൾ ഓടിക്കാതെ ഓടിപ്പോകും. ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാകയാൽ ഇവിടം ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷങ്ങൾ കൊണ്ട് നിറയാൻ പോകുന്നു. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം കൊണ്ട് നിറയാൻ പോകുന്നു. റഫാന മഹൗഷസൽ ബഹൻത ഉറമ മമ യസിഖോ തോ ലഘോഠ സീബ്രഖോഷ. ഞാൻ ഈ ഒരു വിശ്വാസ പ്രഖ്യാപനം ഞാൻ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ റൂമിനകത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. എൻ്റെ റൂമിനകത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. നിങ്ങളും പറഞ്ഞ എൻ്റെ റൂമിനകത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇപ്പം ചിലരൊക്കെ അലറിക്കൊണ്ട് പുറത്തോട്ട് ഓടിക്കാണും ചില സ്പിരിറ്റുകൾ. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് വിശ്വസിക്കേണ്ടി വരും. യേശുവിൻ്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം വളരെ ആഴമായും അധികമായും നിൽക്കുന്ന ഈ സന്ദർഭത്തിലേക്ക് നമുക്ക് ഒട്ടും തന്നെ സമയം പാഴാക്കാതെ നമുക്ക് കയറാം. ആ സാന്നിധ്യത്തിനകത്തേക്ക് കയറാം. നിങ്ങളെല്ലാവരും ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. വീഡിയോ ഷെയർ ചെയ്യുന്ന ദൈവമക്കളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ മിനിസ്ട്രി ഒന്ന് സപ്പോർട്ട് ചെയ്താട്ടെ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താട്ടെ. വീഡിയോയ്ക്കൊക്കെ ലൈക്ക് കൊടുക്കുന്നൊരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്കൊരു ലൈക്ക് കൊടുത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താട്ടെ. അങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ബ്ലെസ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഓരോ ശുശ്രൂഷകളും അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചില ദിവസങ്ങൾ കൊണ്ട് ഷോർട്ട് മെസ്സേജസ് ഇടാൻ പറ്റുന്നില്ല. അടുത്ത് വരും ദിവസങ്ങളിൽ ലഭിക്കുന്ന ഒരു 2-3 മിനിറ്റുള്ളൊരു ഷോർട്ട് മെസ്സേജസ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലോങ് വീഡിയോസ് കാണാൻ ഒരുപാട് പേർക്ക് അസൗകര്യങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു എന്താണ് ഒരു ഫാസ്റ്റ് ചാർജിങ് എന്നുള്ള രീതിയിൽ, ഒരു പവർ പാക്ക് എന്നുള്ള രീതിയിൽ ഒരു ചെറു സന്ദേശമൊക്കെ കിട്ടുന്നത് ഒരു ഭയങ്കര ബലമാണ്. ഒത്തിരി ചെറു സന്ദേശങ്ങൾ എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ചെറു സന്ദേശങ്ങൾ എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. 1 മിനിറ്റ് ഉള്ളത്, 30 സെക്കൻഡ് ഉള്ളത്, 60 സെക്കൻഡ് ഉള്ളത്, 2 മിനിറ്റ് ഉള്ളതൊക്കെ എൻ്റെ ആദ്യ നാളുകളിൽ എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ, എൻ്റെ വളർച്ചയ്ക്ക്, എൻ്റെ ബലത്തിനൊക്കെ അത് വളരെ എന്നെ സഹായിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഈ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പം അതുപോലെ എത്രയോ ആൾക്കാർക്ക് അത് വളരെ പ്രയോജനം ചെയ്യും എന്നത് ഞാൻ തിരിച്ചറിയുന്നത് കൊണ്ട് വരും ദിവസങ്ങളിൽ ഒരു 1-2-3 മിനിറ്റുള്ള ഒരു വീഡിയോ ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒരു വീഡിയോ എടുക്കുന്നതിനും മറ്റുമൊക്കെ. അപ്പോൾ അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ കേട്ടോ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത്. ഇനിയും പറഞ്ഞാലും നിങ്ങൾ പിണങ്ങത്തില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഷെയർ ചെയ്തിട്ടും പാസ്റ്റർ പിന്നെ ഷെയർ ചെയ്യാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങത്തില്ല എന്ന് എനിക്കറിയാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് കൊടുക്കണം, കാണാൻ പറയണം, എല്ലാം ചെയ്യണം. അങ്ങനെ ദൈവം നമ്മളെ ബ്ലെസ് ചെയ്യും. പ്രവൃത്തി കൂടാത്ത വിശ്വാസം വ്യർത്ഥമാണെന്നല്ലേ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ വിശ്വാസം, പ്രവൃത്തി. നമ്മൾ കഴിഞ്ഞ ദിവസം രാഹാബിനെ കുറിച്ച് പഠിച്ച് എത്ര പേരുണ്ട്? എൻ്റെ കർത്താവേ, ആ മെസ്സേജിന് ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് കിട്ടുന്നത്. രാഹാബ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ആ മെസ്സേജ്, അത് സത്യമായിട്ട് ആ മെസ്സേജ് എടുത്ത സമയത്ത് ഞാൻ കരുതിയില്ല അത് ഇത്രയും പേർക്കും അതൊരു ഇത്തരത്തിലുള്ള ഒരു ചിന്തയും ഒരു ബ്ലെസ്സിങ്ങും
ഒരു പ്രതികരണമൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ ആ മെസ്സേജിനെ കർത്താവ് ഭയങ്കരമായ രീതിയിൽ ബ്ലെസ് ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനത്തെ ഒരു രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് അവൾ ഉയർത്തപ്പെട്ട ആ ഒരു ലൈഫ് ലൈനിനെ കുറിച്ച് പഠിച്ചപ്പോൾ എന്നാൽ അത് അത്രയും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുമില്ല. നമ്മളൊരു 40 മിനിറ്റ്സിനകത്ത് നിർത്തിക്കൊണ്ടാണ് ആ മെസ്സേജിനെ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊരുപാട് പേർക്ക് ബ്ലെസ്സിങ് ആയി. നിങ്ങൾ ആ മെസ്സേജ് കേട്ടിട്ടില്ലെങ്കിൽ പുറകിലുണ്ട്, ഇതിൻ്റെ വേറെ വീഡിയോ കിടപ്പുണ്ട്. രാഹാബ് എന്ന ഒരു തലക്കെട്ടോടുകൂടെ കിടപ്പുണ്ട്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അതൊരു വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. ഹല്ലേലൂയ. ചില വ്യക്തികളുടെ ഹൃദയം വരെ തുറന്ന ഒരു മെസ്സേജാണ് അത്. ആമേൻ. ഞാൻ എൻ്റെ ദൈവത്തെ ഒത്തിരി വാഴ്ത്തുന്ന ഓരോ സന്ദേശങ്ങളിന്മേലും പരിശുദ്ധാത്മാവ് കൈവയ്ക്കുന്നതിനാലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ഈ മെസ്സേജിലും അവിടുന്ന് കരം വെക്കണം. ഞാനിതൊക്കെ നിങ്ങളെ കൊണ്ട് പറയിക്കുന്ന ആ സെക്കൻഡിൽ എൻ്റെ ഉള്ളിൽ തരുന്നൊരു നിർബന്ധം കൊണ്ടാട്ടോ. കാരണം ഓരോ കാര്യങ്ങൾക്കകത്തും ദൈവം ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യും. ഫൗണ്ടേഷൻ ഇടും. ഇനി ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് കയറുകയാണ്. ഓരോ കാര്യത്തിനകത്തും ദൈവം ഫൗണ്ടേഷൻ ഇടും. പറഞ്ഞ ദൈവം എൻ്റെ ജീവിതത്തിന് ഫൗണ്ടേഷൻ ഇടാൻ പോകുന്നു. ദൈവം എൻ്റെ ജീവിതത്തിന് ഒരു ഫൗണ്ടേഷൻ ഇടാൻ പോകുന്നു. മോള് പറ, ദൈവം എൻ്റെ ജീവിതത്തിന് ഫൗണ്ടേഷൻ ഇടാൻ പോകുന്നു. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണത്? എൻ്റെ ലൈഫിലൊരു പണി നടക്കാൻ സമയമായി. എൻ്റെ ലൈഫിൽ ഒരു പണി നടക്കാൻ സമയമായി. യെഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പുസ്തകമാണ്. അതിൻ്റെ 37-ാമത്തെ അധ്യായം കാണാപ്പാടമായവർ എന്നെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ വചനങ്ങളും വായിച്ച് സമയം കളയുന്നില്ല. അതിനകത്ത് പരിശുദ്ധാത്മാവ് നിക്ഷേപിച്ചിരിക്കുന്ന ചില ആത്മീയ സത്യങ്ങളെ ദൈവകൃപയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് ഓരോ വാക്യത്തിനകത്തും കിടക്കുന്ന ഡെലിവറൻസ് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഓരോ വാക്യത്തിനകത്തും കിടക്കുന്ന ഡെലിവറൻസ് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോവാം. എത്ര പേർക്ക് താല്പര്യമുണ്ട് വേർഡിനകത്തുനിന്നൊരു ഡെലിവറൻസ് വരണമെന്ന്? വേർഡിനകത്തുനിന്ന് ഡെലിവറൻസ് വരണം. വാഗൊണ്ട് പറഞ്ഞേ, വേർഡിനകത്തുനിന്ന് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഡെലിവറൻസ് വരട്ടെ. കേൾക്കുന്ന വേർഡിനകത്തുനിന്ന് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഡെലിവറൻസ് വരട്ടെ. ഫൗണ്ടേഷൻ ഇടും. ദൈവം ഒരു വ്യക്തിയുടെ ലൈഫിൽ ഫൗണ്ടേഷൻ ഇടുന്നത് വാക്കുകളിലൂടെ ആയിരിക്കാം, വാക്യത്തിലൂടെ ആയിരിക്കാം, സ്വപ്നത്തിലൂടെ ആയിരിക്കാം, ചിന്തകളിലൂടെ ആയിരിക്കാം, വചനത്തിലൂടെ ആയിരിക്കാം, പ്രവചനത്തിലൂടെ ആയിരിക്കാം, വിശ്വാസത്തിലൂടെ ആയിരിക്കാം. പല രീതി ഞാൻ ഈ പറഞ്ഞതിനകത്ത് മാത്രം നിൽക്കുന്നില്ല. ദൈവം ഒരു വ്യക്തിയുടെ ലൈഫിൽ ഫൗണ്ടേഷൻ ഇടുന്നത് വ്യത്യസ്തമായ രീതികളിലാണ്. സെയിം വേ സാത്താനും ഒരു വ്യക്തിയുടെ ലൈഫിൽ ഫൗണ്ടേഷൻ ഇടുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്താണ്. ഇതിനകത്ത് വചനം എന്ന് ഞാൻ പറഞ്ഞ വാക്ക് സാത്താൻ്റെ വചനം എന്ന രീതിയിലായാൽ അവൻ എന്ത് ദൈവത്തിന് വിരോധമായിട്ട് എന്നെ കൊണ്ട് ചിന്തിപ്പിക്കുന്നോ, പ്രത്യാശിപ്പിക്കുന്നോ, എന്ത് ദൈവത്തിനെതിരായിട്ട് ചിന്തിപ്പിക്കുന്നോ, ദൈവവചനത്തിനെതിരായിട്ട് ചിന്തിപ്പിക്കുന്നോ, ഡിസിഷൻസ് എടുപ്പിക്കുന്നു, ഇതൊക്കെ സാത്താൻ്റെ വചനമാണ്. ഇവിടെ ഈ 37-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജനം അവർ ചിതറിപ്പോയവരാണ്. അവർ ചിതറിപ്പോയ ജനമാണ്. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ 37-ാമത്തെ അധ്യായം പഠിപ്പിക്കുന്ന ചിതറിയ അസ്ഥികൾ ഇസ്രായേൽ ഗോത്രത്തെ കാണിക്കുന്നു. മുഴുവൻ ഇസ്രായേലിനെയും, ചിലരെ മാത്രമല്ല മുഴുവൻ ഇസ്രായേലിനെയും കാണിക്കുന്ന ഒരു പിക്ചർ ആണെങ്കിൽ ഈ ഇസ്രായേൽ ദൈവത്തോട് പറഞ്ഞ 3 വിധ കാര്യങ്ങളുണ്ട്. ഇസ്രായേൽ പറഞ്ഞ 3 വിധ കാര്യങ്ങൾ എന്താണ്? 3 വിധ കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി. 37-ാമത്തെ അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കണം കേട്ടോ. യെഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകം 37-ാമത്തെ അധ്യായം നിങ്ങൾ മുഴുവനും വായിക്കണം. മുഴുവനും വായിച്ചുകൊണ്ടിരിക്കാനുള്ള സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നമ്മളൊരു വാക്യം എടുത്ത് വായിക്കും.
ഓരോരോ വാക്യങ്ങളായിട്ട് എടുത്ത് വായിക്കും. എന്നാൽ ഇപ്പോൾ ഇവർ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കണം. ഒന്ന്, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. ഈ 3 വാക്ക് ഇസ്രായേലിന്റെ വായിൽ നിന്ന് വന്ന വാക്കാണ്. ഈ 3 വാക്ക് ഇസ്രായേലിന്റെ വായിൽ നിന്ന് വന്ന വാക്കാണ്. അവരുടെ സാഹചര്യമാണ് അവരങ്ങനെ പറഞ്ഞത്. ഇപ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥയാണ് അങ്ങനെ പറഞ്ഞത്. അവർ അനുഭവിക്കുന്നതാണ് അങ്ങനെ പറഞ്ഞത്. ഇന്ന് ആ അവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ അസ്ഥികൾ തീരെ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. ഇനി ഇതിനകത്ത് മുടിഞ്ഞിരിക്കുന്നവർക്ക് ഇനി ആ മുടിവ് മാറ്റിയാലേ ഇനി അവർക്ക് അവിടെ നിന്നൊരു ഉദ്ധാരണമുള്ളൂ. 37-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ യെഹെസ്കേൽ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവത്തിന്റെ പ്രവാചകന് ദൈവം കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനമാണ് നാം വായിക്കുന്നത്. 1-ാമത്തെ വാക്യം, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. ഈ വാക്യം വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ദൈവം ഒരു വ്യക്തിയുടെ ലൈഫ് പണിയാൻ ഫൗണ്ടേഷൻ ഇടും. ദൈവം ഒരു വ്യക്തിയുടെ ലൈഫ് പണിയാൻ ഫൗണ്ടേഷൻ ഇടും. ഫൗണ്ടേഷൻ ഇടുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, വാക്കുകൾ, ആലോചനകൾ, ചിന്തകൾ, വിശ്വാസം, വചനം, ഇങ്ങനെ പല രീതിയിൽ ദൈവം ഫൗണ്ടേഷൻ ഇടും. അതുപോലെ തന്നെ ദൈവം ഫൗണ്ടേഷൻ ഇടാൻ എപ്പോഴും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയെ അതിൻ്റെ പിൻപിൽ എഴുന്നേൽപ്പിച്ചിരിക്കും. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം അതിൻ്റെ പിൻപിൽ എഴുന്നേൽപ്പിച്ചിരിക്കും. ഇന്ന് നിങ്ങളുടെ മേൽ ഒരു പുതിയ ഫൗണ്ടേഷൻ ഇടാനാണ് കർത്താവ് ഞാൻ എന്ന വ്യക്തിയെ ഇതിനകത്ത് നിർത്തിയിരിക്കുന്നത്. ഇന്ന് ജീവിതം ഇതുപോലെ പറയുന്ന ഒരുപാട് പേരുണ്ട്. കുടുംബജീവിതം തകർന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. കടബാധ്യത കൊണ്ട് മുടിയാറായവർ എന്നെ കേൾക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരു ഉന്നമനമില്ലാത്തവർ എന്നെ കേൾക്കുന്നുണ്ട്. പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ അറ്റുപോയവർ എന്നെ കേൾക്കുന്നുണ്ട്. ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടവർ കേൾക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റാത്തവർ എന്നെ കേൾക്കുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടി കർത്താവ് ഒരു ശബ്ദമായി, ഒരു വാക്കായി, ഒരു പ്രവചനമായി, ഒരു വചനമായി ഇന്ന് ഈ ശുശ്രൂഷയിൽ ഈ സമയം നിയോഗിച്ചിരിക്കുന്നത് എന്നെയാണ്. ഇസ്രായേലിന് വേണ്ടി ദൈവം ഒരു ഫൗണ്ടേഷൻ ഇടാൻ യെഹെസ്കേലിനെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചു. നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് യെഹെസ്കേലുമാർ എഴുന്നേറ്റ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല യെഹെസ്കേലുമാരിലൂടെയും ദൈവം നിങ്ങളുടെ കാതുകളിൽ പ്രവചന ശബ്ദമായും ആലോചനകളായും സന്ദേശങ്ങളായും കുറിവാക്യങ്ങളായും മുറിവാക്യങ്ങളായിട്ടും ഒക്കെ കർത്താവ് നിങ്ങളുടെ അരികിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഒരു ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ടാണ്. ഫൗണ്ടേഷൻ ഇട്ടാൽ ഉടൻ ആരും അടുത്ത ദിവസം വന്ന് കെട്ടിപ്പൊക്കാറില്ല. ഉണ്ടോ? ഇല്ല. വീട് പണിക്ക് പല ഘട്ടങ്ങളുണ്ട്. ആ പല ഘട്ടങ്ങളിലൂടെയാണ് കർത്താവ് ആ വീട് പണിയെ ഒരു വ്യക്തി വീട് പണി പൂർത്തിയാക്കുന്നത്. അതുപോലെ നമ്മുടെ ലൈഫിലും ദൈവം ഒരു ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പണിത് തീരുന്നില്ല. നമ്പർ 2, വീടിൻ്റെ വിസ്താരവും വീടിൻ്റെ സൗകര്യങ്ങളും അനുസരിച്ച് പണിക്ക് കാലതാമസം കൂടും. ശരിയല്ലേ? ഒരു 3 ബെഡ്റൂമുള്ളൊരു വീട് വെക്കുന്ന സമയമല്ല ഒരു ഫ്ലാറ്റ് വെക്കാൻ. എന്നതുപോലെ ദൈവം നമ്മുടെ ലൈഫിൽ ഒരു ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഏത് ടൈപ്പ് ഫൗണ്ടേഷനാണ് ഇടുന്നതെന്നുള്ളത് നമ്മൾ സ്പിരിറ്റിൽ തിരിച്ചറിയണം. ഇവിടെ ഒത്തിരി സമയമെടുത്തുള്ള ഒരു പ്രോസസ്സാണ് 37-ാമത്തെ അധ്യായത്തിൽ നടക്കാൻ പോകുന്നത്. പക്ഷേ അതിനുവേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിയോഗിതനായ ദൈവത്തിൻ്റെ കൈ പുറപ്പെടുവിച്ച ഒരു അഭിഷിക്തനെയാണ്. അടുത്ത ദൂത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ പുറപ്പെടുവിച്ച ഒരു അഭിഷിക്തന് തകർന്ന കുടുംബത്തെ പണിതെടുക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്തിൻ്റെ കൈ പുറപ്പെടുവിച്ച ഒരു വ്യക്തിയുടെ വാക്കിന്, പ്രവചന ശബ്ദത്തിന്
തകർന്നുപോയ അസ്ഥികളെ, തകർന്നുപോയ ജീവിതങ്ങളെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിതങ്ങളെ, പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതങ്ങളെ, തീരെ മുടിഞ്ഞുപോയ ജീവിതങ്ങളെ പണിതെടുക്കുവാൻ കഴിയും. യെഹെസ്കേൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനാണ്, എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യനിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ്. യെഹെസ്കേലിന് തന്നെ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ സന്ദേശത്തിനകത്ത് ഇതുവരെ ഇതിനകത്ത് നടന്നിട്ടില്ലാത്ത ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് ചെയ്തിരിക്കും. ഇന്നത്തെ ഈ സന്ദേശത്തിനകത്ത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത കാര്യത്തിലെ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടിരിക്കും. ഇന്നത്തെ ഈ സന്ദേശത്തിനകത്ത് കേവലം ഒരു അസുഖം സൗഖ്യമാകുക മാത്രമല്ല, തീരെ മുടിഞ്ഞുപോയ ചില വ്യക്തികളെയും പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചിരിക്കും. നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ മുടിഞ്ഞു പോകുമെന്നും, നിന്റെ ജീവിതത്തിൽ നീ ഗതി പിടിക്കത്തില്ലെന്നും, നിന്റെ ലൈഫിൽ നിനക്കൊരു വർധനവും ഉയർച്ചയും ഉണ്ടാകത്തില്ലെന്നും, നീ ഇനി മുറി കൂടാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് വാക്കുകൊണ്ട് മുറിച്ചിട്ടതും കർമ്മങ്ങൾ കൊണ്ട് മുറിച്ചിട്ടതും വ്യക്തികളെ കൊണ്ട് മുറിപ്പിച്ചിട്ടതുമായ ചിലതിനെ ദൈവം ഇന്ന് ഒരുമിച്ചാക്കാൻ പോകുവാണ്. എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയുണ്ടെങ്കിൽ നമുക്ക് വല്ലതുമൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. പക്ഷെ മുടിഞ്ഞു മുള്ളുവാരി പോയെടുത്തുനിന്നൊക്കെ പിന്നെ കയറ്റിയെടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്ര അങ്ങോട്ട് പ്രതീക്ഷ തരുന്നൊരു കാര്യമല്ല. പക്ഷേ യെഹെസ്കേൽ പുറപ്പെട്ടത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്തല്ല, യെഹെസ്കേൽ പുറപ്പെട്ടത് ഒരാത്മാവിൻ്റെ പുറത്താണ്. ഇന്ന് ഈ വചനം നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ടതായതുകൊണ്ട് ഈ വചനത്തെ നിങ്ങൾ സ്വീകരിച്ചാൽ പലതും സംഭവിക്കും. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ഒത്തിരി പ്രസംഗങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ ഒരു വാക്യം എടുത്തു തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ ഒരു ഫൗണ്ടേഷൻ ഇടുന്നതിന് മുൻപേ നിലമൊരുക്കുന്ന ഒരു പരിപാടിയുണ്ട്. വിത്ത് വിതയ്ക്കുന്നതിന് മുൻപേ നിലമൊരുക്കുന്നൊരു പരിപാടിയുണ്ട്. ഇവിടെ യെഹെസ്കേൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ചുറ്റി ചുറ്റി പല പ്രാവശ്യം നടത്തിയിട്ടും ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനു പോലും എന്തിനകത്ത് ചെയ്യാൻ പറ്റും എന്ന ഒരു ഐഡിയ കിട്ടിയില്ല, ആശയം കിട്ടിയില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, പലരും നിങ്ങളെ ഒരുപക്ഷെ പ്രാർത്ഥിച്ച് നിരാശപ്പെടുത്തിയിട്ടുണ്ടോ? പ്രാർത്ഥിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ വല്ലതുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഉള്ള വിശ്വാസം കൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം ഭയപ്പെടുത്തുന്ന ദൈവമല്ല. ദൈവം പ്രതീക്ഷയില്ല കേട്ടോ, കഴിഞ്ഞ മാസമായിരുന്നെങ്കിൽ പിന്നെ നോക്കായിരുന്നു എന്ന് പറയുന്ന സാധാരണ മനുഷ്യനെ പോലെ അല്ല. ദൈവത്തിൻ്റെ രീതികൾ വ്യത്യസ്തമാണ്. പക്ഷെ ഒരു പ്രവാചകന് പോലും എന്താണ് ഇതിൻ്റെ മധ്യത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുക എന്ന ഒരാശയം കിട്ടിയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യെഹെസ്കേൽ ഇരിക്കുന്ന ഇടത്തു നിന്ന് പുറപ്പെടുവിച്ചു, പ്രവൃത്തി നടക്കേണ്ട ഇടത്ത് കൊണ്ടുവന്നു. യെഹെസ്കേൽ എന്ന സാധാരണ മനുഷ്യനെ അവിടെ നടക്കാൻ അനുവദിച്ചു. ആത്മീയ ജീവിതത്തിനകത്ത് സ്പിരിറ്റിൽ നിൽക്കുന്ന സമയത്തേ ഉള്ളൂ സക്സസ്. സ്പിരിറ്റിൽ നിൽക്കുന്ന സമയത്തേ ഉള്ളൂ റെവലേഷൻ. സ്പിരിറ്റിൽ നിൽക്കുന്ന സമയത്തേ ഉള്ളൂ സ്പിരിച്വൽ ഫങ്ഷൻസ്. സ്പിരിറ്റിൽ നിൽക്കുന്ന സമയത്തേ ഉള്ളൂ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ചുറ്റി നടക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യന്റെ രീതിയാണ്. ദൈവം പുറപ്പെടുവിച്ചിട്ട് യെഹെസ്കേൽ എന്ന പ്രവാചകനല്ല, യെഹെസ്കേൽ എന്ന മനുഷ്യൻ എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാനുണ്ടോ എന്ന് ദൈവം ചോദിച്ചു. സത്യമാണ്, യെഹെസ്കേൽ എന്ന മനുഷ്യൻ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എനിക്ക് താങ്കളുടെ ജീവിതത്തെ നോക്കി പ്രവചിക്കാൻ എനിക്ക് തീർച്ചയായിട്ടും കഴിയും. ദീപു എന്ന മനുഷ്യന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല. പക്ഷെ ദീപുവിനെ വിളിച്ചിരിക്കുന്ന, സംസാരിക്കാൻ നിയോഗിച്ചിരിക്കുന്ന, എന്നെ ഇവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങാൻ അനുവദിച്ചു കഴിഞ്ഞാൽ, ആ ആത്മാവിൽ നീ ഒന്ന് നിന്റെ വീടിനകത്തൊന്ന് ചുറ്റി നടന്നാൽ, ആ ആത്മാവിൽ നിന്റെ വീടിന് ചുറ്റും നീ ഒന്ന് ചുറ്റി നടന്നാൽ, ആ ആത്മാവിൽ നിന്റെ തലമുറകളെ നീ ഒന്ന് ചുറ്റി നോക്കിക്കഴിഞ്ഞാൽ പലതും അതിനകത്ത് നടക്കും. ഇപ്പൊ എൻ്റെ വീട്ടിലെ കാര്യം തന്നെ പറയാം.
എനിക്ക് സ്പിരിറ്റ് ഇല്ലാതെ എനിക്ക് എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. അപ്പം അവൾ ഈ മീറ്റിങ്ങിന് മുന്നിലുണ്ട്, അവൾ ഈ ക്യാമറയുടെ പുറകെ ഇരുന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ പോലും അവളുടെ ഫാദറായിട്ട് എനിക്കിവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ഞാനൊരു സ്പിരിച്വൽ മാനായി നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു ഫാദർ എന്നുള്ളതിനപ്പുറം എനിക്ക് അവളിൽ ഒന്നും കാണാനൊക്കത്തില്ല, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഒരു സ്പിരിച്വൽ മാനായിട്ട് ഞാൻ നിന്ന് അവളുടെ മേത്ത് കൈവയ്ക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും അവൾക്ക് വേണ്ടി എനിക്ക് പ്രവചിക്കാൻ കഴിയും, പ്രാർത്ഥിക്കാൻ കഴിയും, ചെയ്യാൻ കഴിയും. നമ്മുടെ വീട്ടിൽ നമ്മളൊരു മിനിസ്റ്റർ ആയിരിക്കാം, നമ്മൾ മിനിസ്റ്റർ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം, നമ്മളൊരു സാധാരണ പൗരനായിരിക്കാം, നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കാൻ ദൈവം വരം തന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, ആ സ്ട്രഗിൾ ചെയ്യുന്ന ഘട്ടത്തിനകത്ത് നമ്മളൊരു മനുഷ്യൻ നമ്മുടേതായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശരിക്കും ആ സ്പിരിച്വാലിറ്റിയിൽ നിന്നൊക്കെ മാറി നമ്മൾ കുറച്ചൊന്ന് കോമൺ സെൻസിലേക്കൊക്കെ ഒന്ന് വന്ന് നമ്മൾ ബുദ്ധിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി എങ്ങനെ ഇതിനെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം, എങ്ങനെ ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. ഒന്നുമേ നടക്കമാട്ടെ. യെഹെസ്കേൽ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവത്തിന്റെ ആത്മാവിൽ കയറ്റി താഴ്വരയുടെ അവിടെ കൊണ്ട് നിർത്തി ചുറ്റി നടക്കുമാറാക്കിയപ്പോൾ അദ്ദേഹത്തിന് അതിനെ നോക്കി ഒന്നും പറയാനില്ല. അവസാനം ദൈവം ചോദിച്ചു, യെഹെസ്കേൽ കുറെ നേരമായി നടക്കുന്നു, നിന്നിൽ നിന്ന് എന്തെങ്കിലും ഞാനൊന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അത് കറക്റ്റായ വാക്കാണ്. ദൈവം ഈ ഒന്ന് നടക്കാൻ പറയുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്നും നടക്കാൻ പറയത്തില്ല. ഒന്നുകിൽ നിന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു മറുപടി, അല്ലെങ്കിൽ എന്നെയും കൊണ്ട് നടക്കത്തില്ല കർത്താവ്, നിന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു മറുപടി. ഏതെങ്കിലും ഒരു വാക്ക് ദൈവം നമ്മുടെ വായിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ പലതിൻ്റെ ഇടയിലൂടെ ദൈവം നടക്കുമാറാക്കുന്നത്. അത് നമ്മളെ പരിഹസിക്കാനല്ല. ഇവിടെ നോക്കിയേ, ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. ഈ ചിതറിപ്പോയ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ചിതറിപ്പോയ ഇസ്രായേൽ അസംഖ്യ ജനമാണ് കേട്ടോ, അസംഖ്യ ജനമാണ്, പല ഗോത്രങ്ങളാണ്. യഹൂദയിലെ മുഴുവൻ ജനത്തെക്കുറിച്ചായി പറയുന്നത്. അവർ ചിതറിപ്പോയവരെ കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു കഥയെക്കുറിച്ചാണ് ശരിക്കും ഈ ദർശനം കാണിക്കുന്നത്. ഇസ്രായേൽ ദൈവത്തിന്റെ മക്കളാണ്. അവർ എവിടെ ചിതറിപ്പോയാലും കർത്താവ് അവരെ ശേഖരിച്ചു കൊണ്ടുവരും. യാക്കോബിന്റെ ഗോത്രത്തെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും. ഇതൊക്കെ ദൈവത്തിന്റെ ആലോചനകളാണ്. ഒത്തിരി പ്രവചന പുസ്തകങ്ങൾ അത് കിടപ്പുണ്ട്. അപ്പോൾ എവിടെ പോയാലും ഇവരെ ദൈവം കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ചരിത്രത്തെക്കുറിച്ചൊരു സ്വപ്നം കാണിക്കുകയാണ് യെഹെസ്കേലിനെ. അപ്പോൾ യെഹെസ്കേൽ ഒരു പദം പറയുന്നുണ്ട്, താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. ഒരു മനുഷ്യനായ എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. പക്ഷെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഒരു യെഹെസ്കേൽ എന്ന് പറയുന്ന മനുഷ്യന് ഇതിനകത്തൊന്നും പറയാനില്ല. ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മാനുഷികമായി എനിക്കൊന്നും പറയാനില്ല. മാനുഷികമായി പറഞ്ഞാൽ പോലും അത് അബദ്ധമാകും. നിങ്ങളുടെയും ജീവിതത്തിൽ കാണും അതുപോലത്തെ പ്രശ്നങ്ങൾ. മാനുഷികമായി ഇതിനകത്തൊന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ല, എന്തെങ്കിലും ഇനി നടക്കണമെങ്കിൽ. പക്ഷെ യെഹെസ്കേൽ ചുറ്റി നടന്നിട്ട് നിരാശപ്പെടുകയല്ല ചെയ്തത്. അദ്ദേഹം ഒരു ഉത്തരം ആ പരാജയത്തിനകത്തുനിന്ന് കണ്ടെത്തി, ഒരു ഉത്തരം ആ ഡെത്തിനകത്തുനിന്ന് കണ്ടെത്തി, ഒരു ഉത്തരം മുടിഞ്ഞ അനുഭവത്തിനകത്തുനിന്ന് കണ്ടെത്തി, ഒരു ഉത്തരം ആ പ്രത്യാശയില്ലായ്മയ്ക്കകത്തുനിന്ന് കണ്ടെത്തി. ഇസ്രായേൽ പറഞ്ഞ 3 കാര്യങ്ങൾ യെഹെസ്കേലിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പരിശോധിച്ചാൽ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഒന്നുകൂടെ പറയാം, ഇസ്രായേൽ പറഞ്ഞു വെച്ച 3 കാര്യങ്ങൾ യെഹെസ്കേലിനെ ഒരു ഇൻവെസ്റ്റിഗേഷന് ദൈവം ചുമതലപ്പെടുത്തിയപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എഴുതിയിട്ടിട്ടുണ്ടാകും. എന്താണ്? 1, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഇവരുടെ അസ്ഥികൾ ഉണങ്ങിപ്പോയി. 2, ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു, ഇവർ പ്രത്യാശ നഷ്ടപ്പെട്ട ജനമാ. 3, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു, ഇവർ തീരെ മുടിഞ്ഞുപോയി. ഇനി എന്തോ ചെയ്യാൻ പറ്റും? ദൈവത്തിന് മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ 3 കാര്യങ്ങളുണ്ടാകും. അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ കയറുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവില്ലാത്ത പലരും വന്ന് ചുറ്റി നോക്കിയിട്ട് അവരുടെയും ജീവിതത്തിൽ, അവരുടെയും മനസ്സിൽ നിങ്ങളോട് പറഞ്ഞു പോലും പറഞ്ഞില്ല പോലും 3 ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ജീവിതം പരിശോധിച്ചതിന് ശേഷം അവർ മനസ്സിൽ എഴുതിയിട്ടുണ്ടാകും. നമ്മളെ നോക്കി സഹതാപം പറഞ്ഞാലും അവർ തീരെ മുടിഞ്ഞുപോയി,
തീരെ ഉണങ്ങിപ്പോയി, തീരെ വാടിപ്പോയി, പ്രത്യാശ ഇനി ഉണ്ടെന്ന് തോന്നുന്നില്ല, ഇതൊക്കെ എങ്ങനെ ഇനി കയറി വരുമോ? ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഈ സഹതാപവും പറഞ്ഞിട്ട് പലരും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കാണും. പക്ഷേ യെഹെസ്കേൽ പോയില്ല. നമ്മുടെ ലൈഫിൽ പലരെയും ദൈവം ചുറ്റി നടക്കാനിട വരും. എന്തിനാണെന്നറിയാവോ? ആരെ കൊണ്ടേ നിന്നെ രക്ഷിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ്. പലരെയും ദൈവം ചുറ്റി നടക്കാൻ അനുവദിക്കും, പലരെയും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ അനുവദിക്കും, കുറച്ചു കാലമൊക്കെ നിൽക്കാൻ അനുവദിക്കും, കുറേ കാലം കഴിയുമ്പോൾ ദൈവം തന്നെ അവരെ എടുത്തു മാറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. കുറേ കാലം നമ്മുടെ കൂടെ നിൽക്കും, അത് കഴിഞ്ഞ് പിന്നെ ദൈവം തന്നെ അവരെ എടുത്തു മാറ്റും. അവരെ എടുത്തു മാറ്റിയാലേ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ദൈവം തന്നെ അവരെ എടുത്തു മാറ്റും. പിന്നെ ദൈവം വീണ്ടും നമ്മളെ മുമ്പോട്ട് തെളിക്കും. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ തേര് മുമ്പോട്ട് പോകുമെന്ന് കരുതരുത്. എല്ലാവരും കൂടെ ഉണ്ടെങ്കിലേ തേര് മുമ്പോട്ട് പോകത്തുള്ളൂ എന്നും കരുതരുത്. ഹല്ലേലൂയ. ദൈവം നിനക്ക് ഒരു ഫൗണ്ടേഷൻ ഇടണമെന്നുണ്ടെങ്കിൽ അത് പണിയാൻ കണക്കിനാ ഫൗണ്ടേഷൻ ദൈവം ഇടാൻ ഉദ്ദേശിച്ചത്. യെഹെസ്കേലിനെ ചുറ്റി നടത്തിയിട്ട് കർത്താവ് ചോദിച്ചു, മനുഷ്യപുത്ര, വാക്ക് ശ്രദ്ധിക്കണം, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? മനുഷ്യൻ പറഞ്ഞു, യെഹെസ്കേൽ പറഞ്ഞു, അതിന് ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. അർത്ഥം ഇത്രയേ ഉള്ളൂ, എനിക്കറിയാൻ പറ്റുന്നില്ല. നമ്മുടെ ലൈഫിൽ ദൈവദാസന്മാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലേ? ഇവർ പ്രാർത്ഥിച്ചിട്ട് പോലും ഒരു വിടുതൽ ഈ വിഷയത്തിനകത്തില്ലല്ലോ എന്ന് എത്ര പ്രാവശ്യം നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവദാസന്മാരോട് പറയാനൊക്കത്തില്ലല്ലോ. എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈവം ആ സാധാരണ മനുഷ്യനോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? യെഹെസ്കേൽ പറഞ്ഞൊരു വാക്യത, യഹോവയായ കർത്താവേ നീ അറിയുന്നു. അർത്ഥം ഇതാണ്, ഞാനൊരു പ്രവാചകനാണ്, ഞാൻ പ്രവചിച്ചിട്ടുണ്ട്, പക്ഷെ ദൈവമേ ഈ കാര്യത്തിനകത്ത് എനിക്കൊരു മറുപടി പറയാൻ, എന്നിൽ നിന്ന് മറുപടി പറയാനില്ല, പക്ഷെ നീ അറിയുന്നു. ഞാൻ ഇന്ന് ആത്മാവിൽ നിങ്ങളോട് കൈമാറുകയാണ്. ദൈവത്തിൻ്റെ അറിവിലേക്ക് ഇതുവരെ ജീവിക്കാത്ത സബ്ജക്റ്റുകൾ എടുത്തു വെച്ചു കൊടുക്കാൻ തയ്യാറാകുന്നവരുടെ ജീവിതത്തിനകത്ത് ഇന്ന് 4 ദിക്കിൽ നിന്നും കാറ്റടിക്കുന്ന ദിവസമാണ്. അത് നിന്നെ പാറ്റിക്കളയുന്ന കാറ്റല്ല, ജീവിപ്പിക്കുന്ന കാറ്റ് ദൈവം നിന്റെ ലൈഫിനകത്ത് അടുപ്പിക്കാൻ പോകുന്ന ദിവസമാണ്. അറിഞ്ഞു എന്നുത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിക്കും. ദൈവം ഫൗണ്ടേഷൻ ഇടുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ വേർഡ് നമ്മുടെ ലൈഫിൽ ഇടുന്ന ടൈം അല്ല. ദൈവം വേർഡ് നമ്മുടെ ലൈഫിൽ ഇടുന്ന ടൈം അല്ല. ആദ്യം ഒരു സന്ദർശനം ദൈവത്തിൻ്റെത് നമ്മുടെ ലൈഫിനകത്തുണ്ടാകും. ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് വേർഡ് ഇട്ടിട്ടാണെന്ന് അല്ല. ഇവിടെ തന്നെ നിങ്ങൾ ഈ ചിതറിയ ഈ കൂട്ടത്തിലേക്ക് നിങ്ങൾ നോക്കി, നിങ്ങൾ ഈ താഴ്വരയിലേക്ക് ഒന്ന് സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ആദ്യം ഒരു സന്ദർശനമാണ് ഉണ്ടാകുന്നത്. എൻ്റെ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ ഒരു സന്ദർശനം ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും അറിയാൻ തുടങ്ങിയത്. ഇതുപോലെ തന്നെയാണ് എല്ലാവരുടെ ജീവിതത്തിനകത്തും ഒരു ദൈവിക സന്ദർശനം ദൈവം നമുക്ക് ഓഫർ ചെയ്യും. കർത്താവിനെ തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് സമാധാനമെന്ന് നിങ്ങൾ പറയുവിൻ. സ്വീകരിക്കുന്നവൻ്റെ മേൽ ആ സമാധാനം നിലനിൽക്കും. ഇല്ലാത്തവൻ്റെ വീട്ടിൽ നിന്ന് കാലിലെ പൊടിയും കൂടെ തട്ടിയിട്ട് നിങ്ങൾ വരിക, ആ സമാധാനം നിങ്ങളോട് കൂടെ പോരും. ആദ്യം ഒരു സന്ദർശനം, രണ്ടാമത് ഒരു പ്രോമിസ്. ഇന്ന് ദൈവം ആരുടെയൊക്കെയോ ലൈഫിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഇതുപോലെ തകർന്ന അസ്ഥികൾ, ഒടിഞ്ഞു നുറുങ്ങിയ അസ്ഥികൾ, വേർപെട്ട അസ്ഥികൾ, മുടിഞ്ഞുപോയ അനുഭവത്തിൽ ഇരിക്കുന്നവർ ഒക്കെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ആദ്യം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമാണ് ഈ വേർഡ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിന്ന് സാധ്യമാക്കുകയുള്ളൂ. ഇനി കർത്താവ് ഇവിടെ ഡിഫറൻറ്റ് സ്റ്റേജസ് പറയുകയാണ്. വ്യത്യസ്തമാകുന്ന ഘട്ടങ്ങളെക്കുറിച്ച് ദൈവം ഇവിടെ പറയുന്നു. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. പറഞ്ഞ ദൈവം എൻ്റെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു.
എന്താണ് കർത്താവ് പറയുന്നത്? ദൈവം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുകയാണ്. നമ്പർ 1, ഒരു പ്രവാചകനെ ആ ദേശത്തേക്ക് ദൈവം കൊണ്ടുവന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ആൻറ്റി ആയിരിക്കാം, പ്രാർത്ഥിക്കുന്ന ഒരു അങ്കിൾ ആയിരിക്കാം, പ്രാർത്ഥിക്കുന്ന ഒരു ബ്രദർ ആയിരിക്കാം, ഒരു സിസ്റ്റർ ആയിരിക്കാം, ഒരു പാസ്റ്റർ ആയിരിക്കാം, ഒരു ചർച്ചിൻ്റെ ടീമായിരിക്കാം, ഒരു സന്ദേശമായിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിനകത്തേക്ക് ദൈവം ആദ്യം അത് അയച്ചിരിക്കും. അതൊരു സന്ദർശനമാണ്. ആരും തേടി വരാനില്ലാത്ത നിന്റെ വീട്ടിൽ എത്രയോ പ്രാവശ്യം ദൈവം തൻ്റെ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇതൊരു സന്ദർശനമാണ്. ആ സന്ദർശനത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. എന്ത് ഇന്ന് ചെയ്യാൻ പോകുന്നു? ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്ദർശനമാണ്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്ദർശനമാണ്, ഒരു ദൈവിക സന്ദർശനം. ആ സന്ദേശത്തിന് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: ഞാൻ നിങ്ങളുടെ മേൽ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഘട്ടങ്ങളെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു വിടുതൽ നടക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ ആ കാര്യത്തിന് ഭയങ്കര ശാശ്വതയുണ്ടാകും, ശാശ്വതമാകുന്നൊരു അനുഭവം ഉണ്ടാകും, ഒരു സ്വസ്ഥതയുണ്ടാകും. നമുക്ക് കാറിൻ്റെ സ്പെയർ പാർട്സ് മേടിക്കാൻ കിട്ടും. 4000 രൂപ വിലയുള്ള സാധനമായിരിക്കും നമുക്ക് കമ്പനിയിൽ നിന്ന് സ്പെയർ പാർട്സ് ആയിട്ട് മേടിക്കാൻ പോകുമ്പോൾ കിട്ടും 4000 രൂപ വിലയുള്ള സാധനം. എന്നാൽ നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി കിട്ടത്തില്ല. പുറത്തിറങ്ങിയിട്ട് റീറ്റെയിൽ സ്റ്റോറിൽ നിന്ന് വല്ലതും ചെയ്തിട്ട് നമ്മൾ ഇതേ സാധനം, ഇതേ അളവിനുള്ളത്, ഇതേ പർപ്പസിനുള്ള സാധനം ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ച് നമുക്ക് 2000 രൂപ കൊടുത്താൽ മതി. 2000 രൂപയും 4000 രൂപയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, 1, ഈ ഡ്യൂപ്ലിക്കേറ്റിനകത്ത് കമ്പനി മുദ്ര കാണത്തില്ല. 2, ഒറിജിനൽ ഉണ്ടാക്കുന്ന ടൈം കൺസംഷൻ അല്ല ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റി. ഒറിജിനൽ ഉണ്ടാക്കിയേക്കുന്ന മെറ്റീരിയൽ കമ്പോണൻസ് ഒന്നും ഈ ഡ്യൂപ്ലിക്കേറ്റിന് വേണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാനേ പാടില്ല. നമ്മൾ 2000 രൂപ കുറച്ചാണ് കൊടുത്തേക്കുന്നത്. ഒറിജിനൽ ഇട്ടിട്ട് നിൽക്കുന്ന അത്രയും ഡ്യൂറബിലിറ്റി ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടിട്ട് വേണോ നമ്മൾ നിർബന്ധം പിടിക്കരുത്. കാരണം അത് ആ കമ്പനി പോലും നമുക്ക് അവകാശപ്പെടുന്നില്ല. ഒറിജിനൽ ഇടുമ്പോൾ നമുക്ക് 2 വർഷം ഓടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഇടുമ്പോൾ 8 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ തേഞ്ഞു പോയി എന്ന് വരാം. അതുകൊണ്ട് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് എന്നിട്ടേക്കുന്നത്. എൻ്റെ ജീവിതത്തിനകത്ത് ദൈവികമാകുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കേണ്ടതെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പുറകെ പോകാൻ പറ്റത്തില്ല, ഷോർട്ട് കട്ടിലൂടെ കയറിയാൽ പറ്റത്തില്ല, മറ്റ് ഇതര മാർഗങ്ങൾ സ്വീകരിച്ചാൽ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വേർഡിനനുസരിച്ച് നിൽക്കണം. ഈ ലോകത്തിൽ ദൈവം പറഞ്ഞ കാര്യത്തിനെല്ലാം വ്യക്തമാകുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടായിട്ടുണ്ട്. ബൈബിൾ പഠിക്കുന്ന സമയത്ത് നമുക്കതറിയാം. എല്ലാ കാര്യവും കർത്താവിന് വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഈ ഭൂമി ഉണ്ടാക്കി, സസ്യജാലങ്ങളെ ഉണ്ടാക്കി, ജന്തുജാലങ്ങളെ ഉണ്ടാക്കി, മനുഷ്യനെ ഉണ്ടാക്കി, അതിന് പേരുമിട്ട് എന്തും ചെയ്യാം. പക്ഷെ കർത്താവ് ചെയ്തത് നോക്കി എത്ര ദിവസം എടുത്തിട്ടാണ്? 6 ദിവസം എടുത്തു. 6 ദിവസം എടുത്തു തൻ്റെ പർപ്പസ് ചെയ്യാൻ. ഘട്ടം 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 ഘട്ടം. നിങ്ങൾ ഈ ഭൂമി ഒന്ന് കുഴിച്ചേ, മേൽമണ്ണല്ല നിങ്ങൾ താഴേക്ക് കാണുന്നത്. ഇവിടുന്ന് ഒരു 40 അടി താഴേക്ക് പോകുമ്പോൾ ഈ മേളിൽ കണ്ട മണ്ണിൻ്റെതല്ല താഴെ കാണുന്നത്. അവിടുന്ന് വീണ്ടും താഴേക്ക് പോകുമ്പോൾ അതല്ല താഴേക്ക് കാണുന്നത്. പല 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 ലെയർ ലെയർ ലെയർ, ഘട്ടം ഘട്ടം ഘട്ടം. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഭൂമി കുഴിച്ച് താഴേക്ക് പോകുമ്പോൾ മുകളിലത്തെ മണമല്ല താഴേക്ക് പോകുമ്പോൾ രൂക്ഷഗന്ധമോ പലതരത്തിലുള്ള കെമിക്കൽസ്, പലതരത്തിലുള്ള കാര്യങ്ങൾ, രൂക്ഷഗന്ധമാണ് താഴേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത്. ഘട്ടം ഘട്ടം ഘട്ടം. നിങ്ങൾ ഇവിടുന്ന് മേളിലോട്ട് ചിന്തിച്ചേ, മേഘം കൊണ്ട് ആകാശം തീരുന്നില്ല. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ പല 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 ഘട്ടം ഘട്ടം ഘട്ടമായിട്ട്. ഇവിടുന്ന് അവിടെ വരെ പോകാൻ നമുക്ക് സംവിധാനങ്ങൾ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പറന്ന് ചന്ദ്രനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംവിധാനമേ വേണ്ട, ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി, പറന്നു പൊക്കോളൂ. താഴെയുള്ളതല്ല മുകളിലുള്ളതല്ല താഴെ. ഈ താഴെ എന്ന് പറയുന്ന ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്നതല്ല അതിൻ്റെ താഴേക്ക് വ്യത്യസ്ത കാര്യങ്ങൾ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നത് പോലെ ഓരോന്നിനും ഓരോ പർപ്പസാണ്. അയ്യോ, അതെന്തിനാ ഭൂമിയുടെ അടിയിൽ കർത്താവ് അങ്ങനെ കൊണ്ടിട്ടെന്നൊന്നും ചോദിക്കേണ്ട. അതൊക്കെ ആ ഭൂമിയുടെ അടിയിൽ വേണ്ടതാ.
അതൊക്കെ ആ ഭൂമിയുടെ അടിയിൽ വേണ്ടാത്തൊന്നുമില്ല. അതുകൊണ്ട് യെഹെസ്കേൽ എന്ന് പറയുന്ന മനുഷ്യൻ വേസ്റ്റ് അല്ല മോനെ. നിന്റെ ജീവിതത്തിൽ കടന്നു വന്നൊരു പ്രവാചകൻ വേസ്റ്റ് അല്ല കേട്ടോ. നിന്റെ ജീവിതത്തിൽ നീ കേട്ടൊരു ദൈവശബ്ദം വേസ്റ്റ് അല്ല. നീ എപ്പോഴൊക്കെ ദൈവശബ്ദം കേട്ടിട്ടോ അതൊന്നും വേസ്റ്റ് അല്ല. അതൊക്കെ നിന്റെ ഫൗണ്ടേഷൻ്റെ അകത്ത് ഇടുന്ന ചെറു കല്ലുകളായിട്ട് നീ കണ്ടാൽ മതി. എൻ്റെ വീടിനകത്ത് ഞാൻ കരിങ്കല്ലും, വലിയ സൈസിലുള്ള കരിങ്കല്ലും സിമൻറ്റും മണലും മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചാൽ എൻ്റെ വീട് ഇന്നും പണി പൂർത്തിയാകത്തില്ല. മക്കളെ, വലിയ കരിങ്കല്ലിൻ്റെ ഇടയിൽ എത്രയോ ചെറിയ ചെറിയ ചീളിക്കല്ലുകൾ, ഇവിടെയൊക്കെ ഞങ്ങൾ പ്ലാക്ക് കല്ലെന്ന് പറയും, ചീളിക്കല്ലുകൾ കയറ്റിയാലാണ് ഒരു ഫൗണ്ടേഷൻ മര്യാദയ്ക്ക് പൂർത്തിയാക്കി എടുക്കാൻ പറ്റുന്നത്. അല്ലേ? ഫൗണ്ടേഷൻ കെട്ടിയത് എത്ര പേര് കണ്ടിട്ടുണ്ട്? കെട്ടാൻ ആഗ്രഹമുണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, നീ കാണാൻ പോകുന്നതാ നീ കേട്ടോണ്ടിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. എത്രയോ ചെറിയ കല്ലുകൾ കയറ്റി ഓരോ ദൈവശബ്ദങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സന്ദേശങ്ങളും നിങ്ങൾക്ക് ഈ പുസ്തകത്തിനകത്ത് ആ വിലാപങ്ങളുടെ പുസ്തകം ബൈബിളിൽ വേണ്ടായിരുന്നു. വിലാപം തുറന്നുപോലും നോക്കാത്ത ആൾക്കാർ ഇതിനകത്തുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം ബൈബിളിൽ വേണ്ടായിരുന്നു എന്ന് പറയുന്നത്. മക്കളെ, ആ വിലാപങ്ങളുടെ പുസ്തകം കൂടെ ബൈബിളിൽ കയറിയാലേ 66 പുസ്തകം പൂർത്തിയാകത്തുള്ളൂ, ബൈബിൾ പൂർത്തിയാകത്തുള്ളൂ. ഹല്ലേലൂയ. എന്നതുപോലെ കർത്താവ് ഇവിടെ യെഹെസ്കേലിനോട് പറയുകയാണ്, യെഹെസ്കേൽ നീ പ്രവചിക്കുക. നീ എന്താ പ്രവചിക്കേണ്ടത്? ഞാൻ പറയുന്നത് പ്രവചിക്കുക. കേട്ടോ, ഓരോ ഘട്ടങ്ങളെക്കുറിച്ച് കേട്ടോളൂ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു മുഴക്കം കേട്ടു. നിങ്ങൾ കേട്ടെ, എത്ര ഘട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങളിൽ ശ്വാസം വരുത്തും. 4 ഘട്ടങ്ങളായിട്ടാണ് ഒരു മനുഷ്യനെ ദൈവം പണിതെടുക്കുന്നതും ജീവിപ്പിച്ചെടുക്കുന്നതും. 4 ഘട്ടങ്ങളായി. ഈ 4 ഘട്ടങ്ങൾ നടക്കാനെടുത്ത സമയത്തെക്കുറിച്ചും വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നുണ്ട്. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ഡിക്ലറേഷനിലൂടെ, അല്ലെ, വിശ്വാസം ഡിക്ലെയർ ചെയ്യുമ്പോൾ സംഭവിച്ച കാര്യങ്ങളാണെന്നും യെഹെസ്കേൽ തന്നെ പറയുന്നുണ്ട്. കാരണം ദൈവാത്മാവ് പറഞ്ഞു, നീ ഇനി കാറ്റിനോട് പ്രവചിക്കും. ഏതൊക്കെ സംവിധാനങ്ങളെ എനിക്ക് അനുകൂലമാക്കിയിട്ടാണ് ഒരു ദൈവപ്രവൃത്തി എൻ്റെ ലൈഫിൽ നടക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക. ഇന്നലെ വരെ ഈ അസ്ഥിത്താഴ്വരയിലെ ദുർഗന്ധത്തെ പാറ്റി മറ്റിടത്തേക്ക് കൊണ്ടുപോയ അതേ കാറ്റിനോട് പറഞ്ഞു, ഊതട ഇവന്റെ മേൽ, അവൻ ജീവിക്കട്ടെ എന്ന്. ഏതെല്ലാം സംവിധാനങ്ങളെ എൻ്റെ ദൈവം അനുകൂലമാക്കുന്നു നീ എന്ന വ്യക്തി ജീവിക്കാൻ. ഇന്ന് നിന്റെ വീട്ടിനകത്തുള്ള ദുർഗന്ധത്തിന്റെ, തകർച്ചയുടെ, വേദനയുടെ, നിരാശയുടെ വാർത്തകളെ പാറ്റിക്കൊണ്ടുപോകുന്ന അതേ കാറ്റിനെ തന്നെ നിന്റെ വീട്ടിനകത്തേക്ക് വിളിച്ചു വരുത്തി നിന്നെ ജീവിപ്പിക്കുന്ന നിലയിൽ എൻ്റെ ദൈവം സാഹചര്യത്തെ തിരിക്കാൻ പോവുകയാണ്. ഈ കാറ്റ് ഇന്നലെ വന്ന് സന്ദർശിച്ചപ്പോ ഈ സാധനങ്ങൾ ഇവിടെ 4 ദിക്കിലായിട്ട് കിടക്കുമായിരുന്നു, ചെതറി. അപ്പൊ അവര് പറഞ്ഞ ഇത് ജീവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു പ്രവാചകന്റെ അതിരത്തിലൂടെ ഒരു വചനം മേളിലേക്ക് ഇട്ടു. കാറ്റേ, 4 ദിക്കിൽ നിന്നും വന്ന് ഇതിന്റെ മേൽ ഊതാൻ പറഞ്ഞപ്പോ ഇതേ കാറ്റ് പറന്നു വന്ന് ഇതിന്റെ മേൽ ജീവൻ വെപ്പിച്ചു. ഹല്ലേലൂയ. കാറ്റിനോട് പ്രവചിക്കാം. നീ കാറ്റിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് അരുളി ചെയ്ത്. കാറ്റിനോട് പറയാനാ പറയുന്നത്. നിങ്ങളുടെ വീടിനകത്തേക്ക് ഇപ്പൊ ആഞ്ഞടിച്ചോണ്ടിരിക്കുന്ന കാറ്റുണ്ടല്ലോ, ശിഷ്യന്മാരുടെ ജീവിതത്തിനകത്തേക്ക് ഈ സാധനം തന്നെ ആഞ്ഞടിച്ചു.
ശിഷ്യന്മാർ വള്ളത്തിൽ പൊക്കോണ്ടിരുന്നപ്പോഴും ഈ കാറ്റ് ആഞ്ഞടിച്ചു. കാറ്റ് എപ്പോഴും അനുകൂലമാണെന്ന് കരുതരുത് കേട്ടോ. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, ഇഷ്ടം പോലെ ഊതുന്നു എന്നാണ് വചനം പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ കാറ്റിനോട് കൽപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് വളരാനുണ്ട്. ശിഷ്യന്മാർക്ക് വളരാൻ പറ്റിയില്ല. അന്നേരം യേശു വന്നു. ശിഷ്യന്മാർക്ക് വളരാൻ പറ്റിയില്ല. ശിഷ്യന്മാർ വന്ന് മടകിൽ പോയപ്പോൾ പടക് മുങ്ങുമാർ കാറ്റടിച്ചു എന്ന വചനം പറയുന്നത്. പടകിനെ മറിക്കുന്ന രീതിയിൽ കാറ്റടിച്ചു. പക്ഷെ ഇതേ കാറ്റിനോട് കർത്താവ് കൽപ്പിച്ചപ്പോൾ അത് അമർച്ചലായി. യെഹെസ്കേലിനോട് പറയുന്നു, നീ കാറ്റിനോട് കൽപ്പിക്കുക. കാരണം ഈ കാറ്റ് വന്ന് കൊഞ്ഞനം കുത്തിയിട്ട് പറയും, എനിക്കെങ്ങും പറ്റത്തില്ല, ഇന്നലെ വരെ ഞാൻ ഇവിടെ സന്ദർശിച്ചത്, ഇതൊന്നും ജീവിക്കാൻ പോകുന്നില്ല, ഇയാൾ വേറെ പണി നോക്കാൻ പറയും. ഈ കാറ്റ് വന്ന് അങ്ങനെ പറഞ്ഞിട്ട് പോകും. പക്ഷെ അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ കാറ്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്നല്ല പറഞ്ഞേ, നീ കാറ്റിന്റെ മുമ്പിൽ ചെന്ന് കുമ്പിടാനല്ല പറഞ്ഞേ, നീ കാറ്റിനോട് കൽപ്പിക്കാനാ പറഞ്ഞേ. ദൈവാത്മാവിൽ ഞാൻ ആരോടൊക്കെയോ പറയുന്നു, നിങ്ങളുടെ അന്തരീക്ഷത്തിനകത്ത് തന്നെ നിനക്കുള്ള വിടുതൽ കിടപ്പുണ്ട്. പക്ഷെ അന്തരീക്ഷത്തിലെ സാഹചര്യം നിങ്ങളോട് പറയും, നീയൊക്കെ കുറെ കാലം കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതല്ലേ, കുറെ കാലം കൊണ്ട് ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങിയതല്ലേ, കുറെ കാലം കൊണ്ട് വചനം ഉരുവിടാൻ തുടങ്ങിയതല്ലേ, വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല, വെറുതെ സമയം കളയണ്ടെന്ന് പറയും. പക്ഷെ ദൈവം പറയുന്നത് കാറ്റിനോട് റിക്വസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്, കാറ്റിനോട് പോയി മുമ്പിൽ കൈ നീട്ടാനല്ല പറയുന്നത്, കാറ്റിനോട് കൽപ്പിക്കാനാണ്. യെഹെസ്കേലിനോട് പറഞ്ഞു, നീ കാറ്റിനോട് കൽപ്പിക്കണം. വരുവോ ചോദിച്ചാൽ വരത്തില്ല, നീ കൽപ്പിക്കണം, വാന്ന് പറയണം. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്, ആമേൻ. വചനം പറയുന്നത് നോക്കിയേ, നീ കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ കാറ്റിനോട് പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി തീർന്നു. 11-ാമത്തെ വാക്യം, പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞു പോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ഈ 3 കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി. ഹല്ലേലൂയ. ആദ്യമേ ഇവർ എല്ലാ അർത്ഥത്തിലും ഇവരുടെ ശവക്കുഴി തുറന്ന് ഇവർക്കൊരു പൂർണ്ണമായ ഡെലിവറൻസ് കർത്താവ് കൊടുത്തില്ല. കൽപ്പിക്കേണ്ടത് കൽപ്പിച്ചപ്പോ, വരേണ്ടത് വന്നപ്പോ, ചേരേണ്ടത് ചേർന്നപ്പോ, പൊതിയേണ്ടത് പൊതിഞ്ഞപ്പോ, കയറേണ്ടത് കയറിയപ്പോ ശവക്കുഴി തുറന്നു. ഹല്ലേലൂയ. ഞാൻ ഇതിനകത്ത് ഇതിൻ്റെ മേലിനി വേറൊരു വാക്കിടണമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. ശവക്കുഴി തുറന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇനി ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ശവക്കുഴി തുറന്നത് ആദ്യം ഒരു ദൈവിക സന്ദർശനം ഈ ശവക്കോട്ടയിൽ ഉണ്ടായപ്പോഴാണ്. ശവക്കുഴി തുറന്നത് ദൈവത്തിൻ്റെ കൽപ്പന ഇതിനകത്ത് വെളിപ്പെട്ടപ്പോഴാണ്. ശവക്കുഴി തുറന്നത് ദൈവം ഇവർക്കൊരു ഫൗണ്ടേഷൻ ഇടാൻ തീരുമാനിച്ചപ്പോഴാണ്. ഫൗണ്ടേഷൻ ഇട്ട് അതിൻ്റെ മുകളിൽ പൊതിയേണ്ടതും വെക്കേണ്ടതുമായത് മുഴുവനും വെച്ച്, കൽപ്പിക്കേണ്ടതിനോട് കൽപ്പിച്ച്, പ്രവചിക്കേണ്ടതിനോട് പ്രവചിച്ച്, വരാനുള്ളതിനോട് വരാൻ ഡിമാൻഡ് ചെയ്തതിന് ശേഷമാണ് ശവക്കുഴി തുറക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത്. ഇന്ന് ഞാൻ ദൈവകൃപയിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു ശവക്കുഴിയുടെ അനുഭവത്തെ തുറക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശു കർത്താവിനെ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കല്ലും വെച്ച് അവരുടെ ഇമ്പീരിയൽ മുദ്രയും അതിൻ്റെ മേൽ കുത്തി അതിനെ ഒരു അവിടുത്തെ ആ പ്രദേശമേ അങ്ങനെയാണ്, ആ സ്ഥലമേ അങ്ങനെയാണ്, ശവക്കല്ലറകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. എല്ലാവർക്കൊപ്പം യേശുവിനെയും അടക്കിയില്ല, ആരെയും വെക്കാത്തൊരു കല്ലറയ്ക്കകത്ത് യേശുവിനെ വെച്ചു. പക്ഷെ ആ പ്രദേശത്ത് പല കല്ലറകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ പറയാം, എല്ലാവരും മരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, അത് തന്നെ യേശുവിനെ ചെയ്ത് എല്ലാവർക്കൊപ്പം കൊണ്ട് അടക്കി. പക്ഷേ നിയോഗം കിടക്കുന്ന ഒരുത്തിനെയും, കൃപയുള്ള ഒരുത്തിനെയും, അഭിഷേകമുള്ള ഒരുത്തിനെയും എല്ലാവരെയും അടക്കുന്നത് പോലെ, എല്ലാവരെയും ഒതുക്കുന്നത് പോലെ, എല്ലാവരുടെയും ചാപ്റ്റർ അവസാനിപ്പിക്കുന്ന പോലെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. പറ്റിച്ച ചരിത്രവുമില്ല. തിരഞ്ഞെടുപ്പുള്ളവനെ എല്ലാവരെയും ഒതുക്കുന്ന പോലെ ഒതുക്കാന്ന് വിചാരിക്കരുത്. അഭിഷേകത്തെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ എല്ലാവരെയും പറഞ്ഞിരുത്തുന്ന പോലെ ഇരുത്താന്ന് വിചാരിക്കരുത്.
ദൈവം കണ്ടൊരു വ്യക്തിയെ എല്ലാവരെയും ചെയ്യുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. മോശയെ അടക്കാൻ അവരുടെ വീട്ടുകാർക്കും കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല. മോശയുടെ ഫ്യൂണറൽ സർവീസസ് സ്വർഗമാണ് ചെയ്തത്. എല്ലാവരെയും അടക്കുന്ന പോലെ അടക്കാൻ മോശയെ ദൈവം വിട്ടുകൊടുത്തില്ല. ആമേൻ, ആമേൻ. എല്ലാവരുടെ എന്നാൽ പിന്നെ ഇവിടെ വരെ വന്നതല്ലേ, എല്ലാ കല്ലറയും ഓരോ കുത്തു കൊടുത്ത് തുറന്നിട്ടേച്ചും പോകാം, അത്രയും മഹത്വം ദൈവത്തിന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് മോനെ യേശുവിൻ്റെ കല്ലറ തുറക്കാൻ പറഞ്ഞപ്പോൾ, വേറെ കല്ലറ തുറന്ന ചരിത്രം വേറെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. തുറക്കേണ്ട കല്ലറകളെ കർത്താവ് തുറന്നുള്ളൂ. തുറക്കേണ്ട കല്ലറകളെ കർത്താവ് തുറന്നുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഈ വാക്ക് എൻ്റെ വീട്ടിൽ വന്ന് വീഴട്ടെ കർത്താവ് എന്ന് പറഞ്ഞോ. എൻ്റെ വീട്ടിൽ വന്ന് വീഴട്ടെ കർത്താവ് ഈ വാക്കെന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇതുപോലെ മലീമസമായിരിക്കുന്ന, ജീർണിച്ചിരിക്കുന്ന, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇസ്രായേൽ മക്കളുടെ 3 വാക്ക് തന്നെ ഞാനും ഇങ്ങോട്ട് കടമെടുക്കുകയാണ്. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു, ഞങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ 3 വാക്ക് തന്നെ ഞാൻ ഇന്ന് ഇതിനകത്തെടുത്ത് വെക്കുകയാണ്. ഈ ശവക്കല്ലറയുടെ സമാനമായ അനുഭവത്തെ ദൈവം ഉയർപ്പിക്കും. ദൈവം ഉയർപ്പിക്കും. എല്ലാവർക്കൊപ്പം യേശു അവിടെ കിടക്കണമെന്ന് പിതാവായ ദൈവം തീരുമാനിച്ചില്ല. കൃത്യസമയം അവനെ ഉയർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം ഫൗണ്ടേഷൻ ഇട്ട നിന്റെ പണിയെ ദൈവം പൂർത്തിയാക്കും. ദൈവം ഫൗണ്ടേഷൻ ഇട്ട നിന്റെ ലൈഫിന്റെ പണിയെ ദൈവം പൂർത്തിയാക്കും. ദൈവം കണ്ട് ഫൗണ്ടേഷൻ ഇട്ട നിന്റെ പണിയെ ദൈവം പൂർത്തിയാക്കും. ദൈവം ഫൗണ്ടേഷൻ ഇട്ട നിന്റെ ലൈഫിൽ ഇനി ഒരു കല്ല് വെക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന സകല വാക്കും ഈ സെക്കൻഡിൽ ക്യാൻസൽ ആകും. കാരണം ഒരു പണിക്ക് ഒരു വിറ്റ്നസിനെ ദൈവം അവിടെ നിർത്തിയിട്ടുണ്ട്. അതാണ് യെഹെസ്കേൽ. ദൈവം പണിയുമെന്നതിനൊരു വിറ്റ്നസിനെ ദൈവം നിർത്തിയിട്ടുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ നിങ്ങളുടെ വിറ്റ്നസ് ആവാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാലും പകുതി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ നിങ്ങളുടെ വിറ്റ്നസ് ആകാൻ പോകുവാണ്. നിങ്ങൾ ഉയർത്തതിൻ്റെ വിറ്റ്നസ് ആകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ത്വക്ക് വന്ന് പൊതിഞ്ഞതിൻ്റെ പഴയ പേരുദോഷം മാറുമോ എന്ന് ചോദിക്കുന്നു, പഴയ അവസ്ഥ മാറുമോ എന്ന് ചോദിക്കുന്നു, പഴയ കാര്യങ്ങളൊക്കെ ഇനി മറക്കുമോ എന്ന് ചോദിക്കുന്നു, പഴയതുപോലെ ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നു. പുതിയ ത്വക്ക് പൊതിയൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പഴമയ്ക്ക് സ്ഥാനമില്ലെന്ന അർത്ഥം. അതിനകത്ത് പഴമയ്ക്ക് സ്ഥാനമില്ലെന്ന അർത്ഥം. സകലതും പുതുതായിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് കുറച്ചൊക്കെ പഴയ സൃഷ്ടി ഉണ്ടാകും, കുറച്ചൊക്കെ ദൈവത്തിൻ്റെ ചുവയുണ്ടാകും. ഈ നമ്മൾ ചില പിള്ളേരെ നോക്കി പറയുമ്പോൾ മൂക്ക് അമ്മ, ചെവി അപ്പൂപ്പൻ, ചുണ്ട് ഞാൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ കർത്താവിലേക്ക് ആയിക്കഴിഞ്ഞാൽ അവൻ അമ്മുമ്മയുടെ മൂക്കും അച്ഛൻ്റെ ചെവിയും അമ്മയുടെ ചുണ്ടും അല്ല വരിക. ഒരുവൻ ക്രിസ്തുവിലായാൽ സകലതും പുതിയതാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ സകലതും പുതിയതാണ് എന്നതുപോലെ പഴമയുടെ പാടും അടയാളവും പോലും ഇല്ലാത്ത രീതിയിൽ ദൈവം നിന്റെ ജീവിതത്തെ പൊതിയാൻ പോവുകയാണ്. ഇതൊരു ആത്മനിറവിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ക്രിസ്തുവിനെ ധരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു ദൈവ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ലാസറിന്റെ കല്ലറയിലേക്ക് കർത്താവ് വന്നു. നമ്മളെല്ലാവരും പറയുന്നതാ, കർത്താവ് എന്തുകൊണ്ടുവന്നു? അവിടെ പ്രതീക്ഷിക്കാൻ ലാസർ ഇല്ലെങ്കിലും പ്രതീക്ഷിക്കുന്ന 2 സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നു. ലാസറിന്റെ സഹോദരിമാർ 2 പേരുണ്ടായിരുന്നു. കർത്താവ് കല്ലറയ്ക്കാണോ നേരെ വന്നേ? അല്ല. കർത്താവ് കല്ലറയിലേക്ക് അല്ല വന്നത്, കർത്താവിനെ കല്ലറയിലേക്ക് കൊണ്ടുപോയതാണ്. അത് പ്രതീക്ഷയോടെ ഇരുന്ന 2 സഹോദരിമാർ ആ വീട്ടിനകത്തുണ്ടായിരുന്നു. നിന്റെ വീട്ടിലൊരു പ്രവാചകൻ പോലും വന്നു കയറാനില്ലായിരിക്കും, വന്നു കയറാനുള്ള സാഹചര്യവും കാണത്തില്ല. പക്ഷെ പ്രതീക്ഷയോടെ സുഹൃത്തെ, പ്രതീക്ഷയോടെ നീ ഇരിക്കുകയാണെങ്കിൽ കയറി വരാൻ പ്രവാചകനില്ലെങ്കിലും പ്രവാചകനെ അഭിഷേകം ചെയ്യുന്ന ദൈവത്തിൻ്റെ കാറ്റ് നിന്റെ വീട്ടിനകത്ത് കയറിയാൽ മതി, കാര്യം മാറും. ആമേൻ. ദൈവം കൽപ്പിച്ച കാറ്റ് മതി, ദൈവം അയക്കുന്ന ശ്വാസം മതി, ദൈവം അയക്കുന്ന പരിശുദ്ധാത്മാവ് മതി, കാര്യങ്ങൾ അറിയാതെ മാറിപ്പോകും. ഈ കാറ്റ് ഇന്ന് നമുക്ക് പ്രതികൂലമായിരിക്കും, പക്ഷെ ഇതേ കാറ്റ് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ കപ്പൽ മുമ്പോട്ട് നീങ്ങത്തുള്ളൂ. ഹല്ലേലൂയ. പൗലോസിന്റെ പടകിന് നേരെ, പൗലോസിന്റെ കപ്പലിന് നേരെ ഈശാനമൂലനും മറ്റു പല കാറ്റുകളും തെക്കുന്നും വടക്കുന്നും ഒക്കെ മാറി മാറി ആഞ്ഞടിച്ചു. പക്ഷെ ഈ കാറ്റില്ലാതെ കപ്പൽ മുമ്പോട്ട് നീങ്ങത്തില്ല. ഈ കാറ്റില്ലാതെ പല കാര്യങ്ങളും നടക്കത്തില്ല. ഈ കാറ്റില്ലാതെ മത്സ്യം കടലിൽ ഒരുമിച്ച് കൂടത്തില്ല. ഇതിനെല്ലാം കാറ്റ് വേണം.
ഇന്ന് നിനക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന കാറ്റ് തന്നെ നിനക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തെ ഞാൻ പരിശുദ്ധാത്മാവിൽ കണ്ടുകൊണ്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. നിന്റെ ജീവിതത്തിൽ പുതിയ ചില അനുഭവങ്ങൾ കൊണ്ട് ദൈവം പൊതിയും. ഓ ഹല്ലേലൂയ! പുതിയ അഭിഷേകം കൊണ്ട് ദൈവം പൊതിയും. പുതിയ നിയോഗങ്ങൾ കൊണ്ട് ദൈവം പൊതിയും. പുതിയ ഭാഷകൾ കൊണ്ട് ദൈവം നിന്നെ പൊതിയും. ആമേൻ. പ്രൈസ് യു ജീസസ്. ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന്, പ്രോസസ്സ് തീർന്നിട്ടില്ലെന്ന് നോക്കുക, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വന്തം ദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്തു, നിവർത്തിച്ചും ഇരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ജീവിക്കേണ്ടതിന് എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. 4 തരത്തിലുള്ള പ്രോസസ്സുകളെക്കുറിച്ച്, 4 തരത്തിലുള്ള ഘട്ടങ്ങളെക്കുറിച്ച് ദൈവം നമ്മോട് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മളെ ദൈവം ഘട്ടം ഘട്ടമായിട്ട് പണിയുകയാണ് എന്ന് നമുക്കറിയാൻ കഴിയും. ഓരോ പണിക്കും നമുക്കൊരു സമാധാനം ഉണ്ടാകും നമ്മുടെ ഉള്ളിൽ. എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ ജീവിതത്തെ പണിതുകൊണ്ടിരിക്കുകയാണെന്നും, ഇതുപോലെ അസ്ഥി ഉണങ്ങിയ സമയത്ത് ദൈവം ചില സന്ദേശങ്ങളിലൂടെ എന്നോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു ബേസ്മെൻ്റ് ഇടുന്നൊരു അനുഭവത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. നമ്മുടെ പ്രത്യാശ അങ്ങോട്ട് അസ്തമിക്കുന്ന സമയത്ത് ഇതുപോലെ വ്യക്തികളിലൂടെ ദൈവം നമ്മളോട് പ്രവചിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അടുത്തൊരു ഘട്ടത്തിലേക്ക്, ഒരു ത്വക്ക് പൊതിയുന്ന അനുഭവത്തിലേക്ക്, ഒരു കാറ്റ് വീശാനുള്ള അനുഭവത്തിലേക്ക് ദൈവം എൻ്റെ വളർച്ച എത്തിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെയും നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളോട് പറയും, നീ മുടിഞ്ഞു പോയി, നീ തീരെ മുടിഞ്ഞു പോയി എന്ന് പറയുന്നൊരു അനുഭവത്തിൽ, പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ, പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ, മീറ്റിങ്ങിന് കൂടി വരാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന സമയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇതുപോലുള്ള ദൈവശബ്ദങ്ങൾ എൻ്റെ ലൈഫിൽ ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് വന്ന് പതിക്കുമ്പോൾ ഞാനൊരു ഫിനിഷിംഗ് വർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. സഹോദര സഹോദരി, നീ ഒരു ഫിനിഷിംഗ് വർക്കിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ആ ഫിനിഷിംഗ് വർക്ക്? ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറയുന്ന ഒരു ടൈം. ഇന്ന് ആരും എന്നെ ഈ ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കാതെ ഇത് കേൾക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിൻ്റെ കാരണം ഒരു ഫിനിഷിംഗ് വർക്കിലേക്ക് ദൈവം നിന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫൗണ്ടേഷൻ വർക്കിൽ നിന്ന് ആ വർക്കിൻ്റെ, നമ്മൾ ഈ മിനുക്കുപണി എന്ന് പറയത്തില്ലേ, ആ മിനുക്കുപണിയിലേക്ക് നീ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും ഞാൻ മുടിഞ്ഞുപോയി എന്ന് നീ പറയരുത്. അവിടെയും എൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു എന്ന് നീ പറയരുത്. ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ അത് പ്രാർത്ഥിക്കണം. ഓരോ പ്രാർത്ഥനയിലും അതാണ് ഫൈനലി പറയുന്നൊരു വാക്ക്. ദൈവം പോലും പറയുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ ഉള്ളിലാക്കും. ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിക്കാൻ കഴിയുന്നൊരു പാത്രമാക്കി എന്നെ മാറ്റുന്ന സമയങ്ങളായിരുന്നു ആ കഴിഞ്ഞു പോയത് മുഴുവനും. എപ്പോഴോ ദൈവം നിൻ്റെ ശവക്കുഴി തുറന്നു, നീ അറിഞ്ഞോ? എപ്പോഴോ ദൈവം നിന്നെ പുറത്തെടുത്തു, നീ അറിഞ്ഞോ? എപ്പോഴോ നിൻ്റെ അസ്ഥികളുടെ മേൽ മാംസം വേണമെന്ന് ദൈവം ആഗ്രഹിച്ചു, അറിഞ്ഞോ? നിനക്ക് തൊക്കുകൊണ്ട് പൊതിയണമെന്ന് ദൈവം തീരുമാനിച്ചു, നീ അറിഞ്ഞോ? ദൈവത്തിൻ്റെ ശ്വാസം നിൻ്റെ മേൽ ഊതി, നീ അറിഞ്ഞോ? നീ എപ്പോഴോ ദൈവ സാന്നിധ്യം പലവട്ടം അനുഭവിച്ചു കഴിഞ്ഞു, നീ അത് അറിഞ്ഞോ? ഇപ്പോഴും നീ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ യു ആർ ഇൻ എ ഫൈനൽ സ്റ്റേജ്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ, നിന്നോട് അരുളി ചെയ്ത ഏതോ വാഗ്ദത്തത്തിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് നീ നിൽക്കുന്നത്. ഇനി വാഗ്ദത്തങ്ങൾ നിറവേറാനുണ്ട്, പക്ഷേ ഏതൊക്കെയോ വാഗ്ദത്തത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് കർത്താവ് നിന്നെ നിർത്തിയിരിക്കുന്നത്. ആമേൻ. ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ മാത്രം. Lembrucious Commentary Antal Proboscis in the name of Jesus Christ. In the name of Jesus Christ. പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്. Lima Tosha Selkemana Antera Labra Holy Spirit Lahusha Sabrahanteli Krubasia Lebatusha Seketa Labakayaba. ഒന്ന് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവേ,
അങ്ങയുടെ ആത്മാവ് കൊണ്ട് എന്നെ മൂടണമേ എന്ന്, അങ്ങയുടെ ആത്മാവ് കൊണ്ട് എന്നെ മൂടണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ആരും വന്ന് നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിന്നെ പൊതിയുന്ന ഒരു സമയം. ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ഇല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നെ ആരെങ്കിലും ഈ ഘട്ടത്തിലൊന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ, ആരെങ്കിലും ഈ ഘട്ടത്തിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ. പക്ഷേ നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവം അയച്ച ഒരു കാറ്റ്, അളവില്ലാതെ നമ്മിൽ വന്ന് നിറയുന്ന ദൈവത്തിൻ്റെ കാറ്റ്, എന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കാറ്റ്, എന്നെ ഉണർത്തുന്ന ദൈവത്തിൻ്റെ കാറ്റ്, എന്നെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കാറ്റ് അനുവദിക്കുക. എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, എൻ്റെ ലൈഫിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുക. മുടിഞ്ഞു പോകുന്ന സമയത്തും പണിതെടുക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം വരുമ്പോഴറിയുന്നത് ഞാൻ ഇപ്പോഴും കർത്താവിൻ്റെ പ്ലാൻ ആൻഡ് പർപ്പസിനകത്താണെന്ന്. മുടിഞ്ഞു പോയി, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പോലും മുടിഞ്ഞു പോയ അനുഭവങ്ങൾ എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വീണ്ടും എപ്പോഴോ നമുക്ക് പോലും അറിയത്തില്ല, നമ്മൾ ബാക്ക് സ്ലൈഡ് ചെയ്തു പോയ സ്ഥാനത്ത് നിന്ന് എപ്പോഴും നമ്മൾ വീണ്ടും വഴുതി വിശ്വാസത്തിലേക്ക് വീണു, നമ്മളത് അറിഞ്ഞില്ല. അപ്പോഴാ മനസ്സിലാകുന്നത് ദൈവത്തിന്റെ പ്ലാൻ ആൻഡ് പർപ്പസിനകത്താണ് ഞാൻ വീണ്ടും നിൽക്കുന്നതെന്ന്. കാറ്റെപ്പോഴും അനുകൂലമല്ല, പ്രതികൂലമായി കാറ്റടിക്കും. പക്ഷെ പ്രതികൂലമായി കാറ്റടിച്ചാലും ഇതേ കാറ്റ് തന്നെ നിന്നെ എടുത്ത് വിശ്വാസത്തിനകത്ത് കൊണ്ടിടാൻ ദൈവം കൽപ്പിക്കും. നിന്നെ തള്ളി പറഞ്ഞവരെ കൊണ്ട് തന്നെ ദൈവം നിന്നെ അംഗീകരിച്ചു പറയിക്കും. നിന്നെ തള്ളിക്കളഞ്ഞ ശബ്ദങ്ങൾ തന്നെ അവരുടെ അതേ വാഗൊണ്ട് നിന്നെ ദൈവം ആദരിക്കുന്ന നിലയിൽ സംസാരിപ്പിക്കും. നിന്റെ നന്മകൾ പലതും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് വിലക്കിയ കരങ്ങൾ തന്നെ അതേ കരങ്ങൾ കൊണ്ട് നിനക്ക് നന്മ തരുമാറാക്കും. ദൈവം വേറെ ലോകത്തിൽ നിന്നൊന്നും വിളിച്ചു വരുത്തിയിട്ടല്ല ഈ ജനത്തെ ജീവിപ്പിച്ചത്. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ അവസ്ഥകൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെ, അതേ കാറ്റിനോട്, ആ ഭൂമിയിൽ അതേ മനുഷ്യനെ കൊണ്ടാ ദൈവം ഇസ്രായേൽ ജനത്തെ ജീവിപ്പിക്കുന്നൊരു ചരിത്രം ഇവിടെ വെളിപ്പെടുത്തിയത്. യെഹെസ്കേൽ എന്ന് പറയുന്ന മനുഷ്യപുത്രനെ കൊണ്ട്, ദൈവം അഡ്രസ് ചെയ്ത വാക്ക, യെഹെസ്കേൽ എന്ന് പറയുന്ന മനുഷ്യപുത്രനെ കൊണ്ട്, നമ്മുടെ ചുറ്റുമുള്ള സംവിധാനങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ചരിത്രത്തെ, ഒരു പുതിയ അനുഭവത്തെ സൃഷ്ടിക്കുവാൻ ദൈവം ഉപയോഗിച്ചതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള സകല സാഹചര്യങ്ങളെയും ദൈവം അനുകൂലമാക്കി മാറ്റും. നിങ്ങൾക്ക് ചുറ്റുമുള്ള സകല വ്യക്തികളെയും ദൈവം അനുകൂലമാക്കി മാറ്റും. നിങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ ദൈവം അനുകൂലമാക്കി മാറ്റും. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് തിരുവെഴുത്ത് ചോദിക്കുന്നത് പോലെ സകലതും ദൈവം അനുകൂലമാക്കി മാറ്റും. കിടന്ന ഇടം പോലും പുതിയ ഒരു പേരിന് പാത്രമാക്കി ദൈവം മാറ്റും. കിടന്ന ഇടം പോലും ദൈവം പുതിയൊരു പേരിന് പാത്രമാക്കി മാറ്റും. കിടന്ന സ്ഥലം പോലും മാറിപ്പോകും. കിടന്ന ഇടം പോലും മാറിപ്പോകും യേശുവിന്റെ നാമത്തിൽ. പിതാവേ, ഞാൻ ഈ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട ഈ തിരുവെഴുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഉണർവായി, ഒരു വലിയ വിടുതലായി, ഒരു വലിയ ശക്തിയായി പരിശുദ്ധാത്മാവ് മാറ്റണമേ. ഞാൻ ഈ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഒരു പുതിയ കാറ്റ് ഇവരിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കണം. ഒരു പുതിയ ജീവൻ ഇവരിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കണം. ഒരു പുതിയ ശക്തി ദൈവം അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ മഹത്വം ഇതിന്റെ മധ്യത്തിൽ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ
പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കും. വീഡിയോ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് നിങ്ങൾ മാക്സിമം ഈ സന്ദേശത്തെയും ഞങ്ങളുടെ മിനിസ്ട്രിയും പ്രോത്സാഹിപ്പിക്കണമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. ദൈവം വലിയൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ കർത്താവിൻ്റെ ചിറകടിയിൽ സ്വർഗം നമ്മെ സൂക്ഷിക്കട്ടെ. I bless you in Jesus' almighty name.